ഈ മേഘവിസ്ഫോടനം നാശം വിതച്ച ധരാലിയിൽ 4 മരണം സ്ഥിരീകരിക്കുന്നുണ്ട് ജില്ലാ മജിസ്ട്രേറ്റ് പ്രശാന്ത് ആര്യ. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. अभी एग्जैक्ट डेटा तो नहीं मिला है, लेकिन ये इन्फॉर्मेशन ज़रूर है कि धराली में खीर गंगा है गदेरा, जिस पर जैसा वीडियो में भी हम देख पा रहे हैं कि क्लाउड बस्ट होने से काफ़ी पानी एक साथ आया है, एकदम से आया है। और चूँकि वहाँ पर गेस्ट हाउस हैं और छोटे रेस्टोरेंट भी हैं, होटल्स भी हैं, उसी के मद्देनज़र हमने अपना आर्मी का टीम हरसिल की है, उनको मैंने रिक्वेस्ट करके तुरंत भिजवा दिया था। और उनका भी कभी मेरे फ़ोन पे अभी नेटवर्क पे मेरे कनेक्टिविटी थोड़ा वीक हो रहा है, वहाँ पे कनेक्ट नहीं हो पा रहा है, लेकिन कुछ एक लॉसेस की सूचना है। तो 4 लोगों का उन्होंने मुझे बताया था कि लॉस का आया है और प्रॉपर्टी का लॉसेस भी है। तो हम लोग मौके पे निकलने हैं और मौके पे ज़्यादा अच्छा उसका ये। ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നൊരു വിവരം, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയുമായി സംസാരിച്ചു, സ്ഥിതിഗതികൾ വിലയിരുത്തി എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. ആർ അച്യുതൻ തുടരുന്നുണ്ട്. അച്യുതൻ, ഇത് നമുക്കറിയാം, ഉത്തരാഖണ്ഡിലേക്കൊരു പ്രധാനപ്പെട്ട ഇതുപോലുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കൊക്കെ ചെന്നെത്തുക എന്നുള്ളത് തന്നെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അവിടേക്ക് എത്തിപ്പെടുക എന്നതൊക്കെ. ഇപ്പോഴവിടെ രക്ഷാദൗത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മണിക്കൂറിൽ അവിടെ സൈന്യത്തിൻ്റെ സാന്നിധ്യമുണ്ട്, SDRFിൻ്റെ സാന്നിധ്യമുണ്ട്. കൂടുതൽ എന്തെങ്കിലും സംവിധാനങ്ങൾ രക്ഷാദൗത്യത്തിനായി എത്തിക്കേണ്ടതുണ്ടെങ്കിൽ അതൊക്കെ വളരെ പെട്ടെന്ന് തന്നെ അവിടേക്ക് എത്തിക്കാൻ കഴിയുന്ന നിലയാണോ അച്യുതൻ? റിജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഗതാഗത സൗകര്യമടക്കം ചില ബുദ്ധിമുട്ടുകൾ നേരിടുന്ന മേഖലകളുണ്ട് ഉത്തരാഖണ്ഡിനെ സംബന്ധിച്ച്. ഒപ്പം തന്നെ കഴിഞ്ഞ മഴക്കാലത്ത് ഉണ്ടായിരിക്കുന്ന മേഘവിസ്ഫോടനത്തിലും മണ്ണിടിച്ചിലിലുമൊക്കെ തന്നെ നിരവധി റോഡ് ഗതാഗതത്തെ ബാധിച്ചിട്ടുണ്ട്. എന്തായാലും അത്തരം സാഹചര്യങ്ങൾക്കിടയിൽ കൂടിയാണ് വീണ്ടും ഒരു ആഘാതം സൃഷ്ടിച്ചുകൊണ്ട് ഈ ഒരു മേഘവിസ്ഫോടനം ഉത്തരകാശിയിൽ ഉണ്ടായിരിക്കുന്നത്. ലഭിക്കുന്ന വിവരങ്ങൾ പ്രാദേശിക ഭരണകൂടത്തിൻ്റെ മാത്രമല്ല, ഒപ്പം തന്നെ മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി അറിയിക്കുന്നതും സൈന്യവും NDRFും SDRFും പോലീസും മറ്റ് പ്രാദേശിക ദുരന്ത നിവാരണ സേനകളൊക്കെ തന്നെ ഇതിൻ്റെ ഭാഗമായി ഇപ്പോൾ പ്രവർത്തിക്കുന്നു എന്നതാണ്. അതായത് അവർ കൃത്യമായി തന്നെ ആ ഒരു ഇടപെടൽ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് എന്നത് അറിയിക്കുന്നു. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. നിലവിലെ ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഈ നദീതീരത്തിൻ്റെ ഇരുവശങ്ങളിലുമായി നിരവധി വീടുകളാണ്. ഏതാണ്ട് 50-ലധികം വീടുകളാണ് ഇരുവശങ്ങളിലുമായി ഉള്ളത്. അതിൽ ഒരു വശത്തെ ആ നദി ഒഴുകി വരുന്ന ആ നദി അതിൻ്റെ ഒഴുക്ക് മാറി ആ ഗ്രാമത്തിന് മുകളിലേക്ക്, അതായത് ആ വീടുകൾക്ക് മുകളിലൂടെ ഒഴുകുന്ന തരത്തിലേക്ക് അത്രയും ഒരു ജലപ്രവാഹം ഇവിടേക്കുണ്ടായി എന്നത് ആ ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകും. അങ്ങനെ നദി കുത്തൊലിച്ച ഈ ഗ്രാമത്തിലെ നിരവധി വീടുകൾ, ഏതാണ്ട് 30ഓളം വീടുകളെ ബാധിച്ചിട്ടുണ്ട്. ആ വീടുകളെന്ന് പറയുമ്പോൾ വീടുകളുണ്ട്, അവിടെ ഹോട്ടലുകൾ ഉണ്ടായിരുന്നു, ആളുകൾ തങ്ങുന്ന വിനോദസഞ്ചാരികൾക്ക് തങ്ങാനായുള്ള ഹോട്ടലുകൾ ഉണ്ടായിരുന്നു, വലിയ കെട്ടിടങ്ങൾ ഉണ്ടായിരുന്നു എന്നതൊക്കെയാണ് പുറത്തു വരുന്നത്. ഇതിനെ ആകെ തകർത്തുകൊണ്ട് അവ ഒലിച്ചു പോകുന്ന തരത്തിലൊരു ശക്തമായ ജലപ്രവാഹം ഇവിടേക്കുണ്ടായി എന്നതാണ് നമുക്ക് ഈ ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോഴും പ്രാദേശിക ഭരണകൂടം ഇത് സംബന്ധിച്ച് നൽകുന്ന വിവരം പരിശോധിക്കുമ്പോഴും മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ നിരവധി ആളുകളെ കാണാതായിട്ടുണ്ട്. ഏതാണ്ട് 60ഓളം ആളുകളെ കാണാതെയായി എന്നതാണ് പ്രാഥമികമായി പുറത്തു വരുന്ന വിവരങ്ങൾ. നിലവിൽ അതിലൊരു 4 മരണം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ചില സ്ഥിരീകരണങ്ങൾ കൂടി വരുന്നുണ്ട്. അങ്ങനെ വലിയ തരത്തിലൊരു തീവ്ര സ്വഭാവമുള്ള ഒരു മേഘവിസ്ഫോടനം, അതിനുശേഷം ഒരു മിന്നൽ പ്രളയമാണ് ഈ മേഖലയിൽ ഉണ്ടായിരിക്കുന്നത് എന്നതാണ്. അപ്രതീക്ഷിതമായിരുന്നു ജനങ്ങൾ ഈ നദി കുത്തൊലിച്ചൊഴുകി എത്തുന്നത് കണ്ട് അവിടെ നിന്ന് ഭയന്ന് ഓടുന്ന പ്രദേശവാസികൾ, അവർ നിലവിളിച്ചു കൊണ്ടോടുന്ന ശബ്ദങ്ങൾ, ഇതെല്ലാം ആ ദൃശ്യത്തിനൊപ്പം നമുക്ക് കേൾക്കാനും സാധിക്കും. അങ്ങനെ അപ്രതീക്ഷിതമായാണ് ഈ ഒരു മിന്നൽ പ്രളയം ഉണ്ടായിരിക്കുന്നത്. ഒരു മുന്നറിയിപ്പ് സാഹചര്യങ്ങൾ പോലും ഈ മേഖലയിൽ ഉണ്ടായിരുന്നില്ല എന്നതാണ് ലഭിക്കുന്ന വിവരങ്ങൾ. അത്തരത്തിലൊരു പ്രളയ സാഹചര്യമോ അല്ലെങ്കിൽ ഒരു ഉരുൾപൊട്ടലിൻ്റെ ഒരു സാഹചര്യമോ ഉണ്ടായിരുന്നില്ല എന്ന സൂചനകളാണ് ലഭിക്കുന്നത്. പക്ഷേ എന്തായാലും ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇങ്ങനൊരു ദുരന്തം അല്ലെങ്കിൽ ഇത്തരമൊരു മേഘവിസ്ഫോടനത്തിന് ശേഷം ഒരു മിന്നൽ പ്രളയം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയുന്നു. എന്തായാലും നിലവിൽ രക്ഷാപ്രവർത്തനം സൈന്യത്തിൻ്റെ നേതൃത്വത്തിൽ തന്നെ NDRFും SDRFും എല്ലാം ഒരുമിച്ച് ചേർന്നുകൊണ്ടുള്ള ഒരു രക്ഷാപ്രവർത്തനമാണ് ഉത്തരകാശിയിലെ ധരാലി ഗ്രാമത്തിൽ, ആ മേഖലയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഗ്രാമത്തിൽ വൻ നാശനഷ്ടം ഉണ്ടായതായാണ് ഭരണകൂടങ്ങൾ സ്ഥിരീകരിക്കുന്നത്. എന്തായാലും നിലവിൽ ആ പ്രാഥമിക മുൻഗണന രക്ഷാപ്രവർത്തനത്തിന് നൽകിക്കൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും ആരംഭിച്ചതായി തന്നെയാണ് മുഖ്യമന്ത്രി അടക്കമുള്ള മറ്റ് ഭരണാധികാരികൾ ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട് അറിയിക്കുന്നത്. നിലവിൽ എന്തായാലും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഇക്കാര്യത്തിലൊരു
പ്രസ്താവന നടത്തിയിട്ടുണ്ട്. അങ്ങനെ കേന്ദ്രത്തിൻ്റെ ഒരു ഇടപെടൽ കൂടി ഈ വിഷയത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷേ പ്രവർത്തനത്തിനായിട്ടുള്ള കൂടുതൽ സേനയെ വിന്യസിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ച് വരികയാണ്. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ സേനകളെ ആവശ്യമെങ്കിൽ അത്തരം കാര്യങ്ങൾ കൂടി ഏർപ്പെടുത്തും. ഒപ്പം തന്നെ രക്ഷാപ്രവർത്തനത്തിനായിട്ടുള്ള പ്രത്യേക ഹെലികോപ്റ്റർ അടക്കമുള്ള സംവിധാനങ്ങളും ഇപ്പോൾ ഏർപ്പെടുത്തിയേക്കും എന്നുള്ള വിവരങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അവസാനമായി നമുക്ക് ലഭിക്കുന്നത്. റീജിത്ത്.